നമ്മളിവിടെ ഓക്ലൻഡില് പുതുതായിട്ട് വരുന്നവർക്കൊക്കെ നമുക്കറിയാം ഇവിടെ വണ്ടിയില്ലാതെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും പുതുതായിട്ട് വരുന്നവർക്കൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടെ ഭയങ്കര അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ആണ് ഇന്ന് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ഓക്ലൻഡിലെ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മഴയാണ്. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് സ്ലോട്ടൊക്കെ ഫ്രീ ആണ്. ഇവിടുത്തെ പാർക്കിംഗ് സ്ലോട്ട് ഫ്രീ ആണ്. അങ്ങനെ ചില റെയിൽവേ സ്റ്റേഷനുകളിൽ മറ്റേ പെയ്ഡ് ആയിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. അല്ലാതെ ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മള് ഈ ഒരു കാർഡാണ്, AT ഹോപ്പ് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടിക്കറ്റും എടുക്കാം. ഇതാണെങ്കിൽ നമുക്ക് സൗകര്യമാണ്. ഇത് നമുക്ക് ബസ്സിൽ യൂസ് ചെയ്യാം, ട്രെയിനിൽ യൂസ് ചെയ്യാം. ഈ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അത് ബസ്സിലും ട്രെയിനിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാർഡ് ടാഗ് ഓൺ ചെയ്യാൻ പോവാണ്. ഇതുപോലൊരു ഇത് കാണാം. ഇതിൽ ടാഗ് ഓൺ ഓഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാർഡ് വെറുതെ ഇതിൻ്റെ മുമ്പിൽ കാണിച്ചാൽ മതി, അത് ടാഗ് ഓൺ ആവും. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് വിചാരിക്കും ഇവിടെ അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ടാഗ് ഓൺ ചെയ്യേണ്ട കാര്യമില്ലേ പക്ഷേ ഇത് നമ്മൾ ട്രെയിനിൽ കയറി കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോഴായിരിക്കും ട്രാൻസ്പോർട്ട് ഓഫീസേഴ്സ് വന്നിട്ട് ഇത് ചെക്ക് ചെയ്യുക നമ്മൾ ടാഗ് ഓൺ ചെയ്തിട്ടുണ്ടോ എന്ന്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ചെയ്യുക. ട്രെയിൻ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ കയറിയാൽ മതി. ഓക്കെ, നമുക്കിപ്പം ട്രെയിൻ വന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് മൊബൈലിൽ ഇതുണ്ട്, ഓരോ മൊബൈൽ ആപ്പ് ഉണ്ട്, AT മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് അറിയാൻ പറ്റും ട്രെയിൻ എത്ര മണിക്കാണ് വന്നോ പോയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ സ്റ്റേഷനിൽ വന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട്. അതിനകത്ത് ഏത് ടൈം എപ്പോഴൊക്കെ ട്രെയിൻ ഉള്ളതെന്നുള്ള ഇൻഫർമേഷൻ ഇതിലുണ്ട്. പോരാത്തതിന് ഇനി നമ്മൾ ടാഗ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇതേപോലെ തന്നെ നമ്മൾ വന്നിറങ്ങി കഴിയുമ്പോൾ അതേപോലെ തന്നെ സെയിം തന്നെ ചെയ്യാം. നമ്മൾ ടാഗ് ഓൺ ചെയ്ത് ഫസ്റ്റ് ടാപ്പ് ചെയ്തു കയറി, ഇനി ഇറങ്ങുമ്പോഴും ടാഗ് ചെയ്തിട്ട് ഇറങ്ങിയാലാണ് നമുക്ക് അത് ചാർജ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടാഗ് ഓൺ ചെയ്തിട്ട് ടാഗ് ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തതായിട്ട് കാണിക്കില്ല ഇനി വൺസ് അവർ ചെക്ക് ചെയ്യുമ്പോൾ. അപ്പം നമ്മളിനി ഇറങ്ങി ടാഗ് ഓഫ് ചെയ്യാൻ പോവാണ്. സെയിം ലൈക്ക് നമ്മൾ ഇവിടെ ടാഗ് ഓഫ് ചെയ്യാം. നമ്മൾ പോയിട്ട് തിരിച്ചു ഇപ്പം അങ്ങോട്ട് പോയി അവിടെ അതുപോലെ ടാഗ് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളിപ്പം എവിടെ പോയാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ഇതിലേക്ക് വരാനായിട്ട് ഇങ്ങനെ ക്രോസിംഗ് ഉണ്ട്. ഇത് ട്രെയിൻ വൺസ് അവിടെ നിർത്തി കഴിയുമ്പം ഇത് ക്ലോസ് ചെയ്യും. അവിടെ റെഡ് തെളിഞ്ഞിട്ടുണ്ടാവും, ഇത് ക്ലോസ് ചെയ്യും. ട്രെയിൻ പോയി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഓപ്പൺ ചെയ്യും, നമുക്ക് ക്രോസ് ചെയ്ത് വരാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ട്രെയിനിൽ AT ഹോപ്പ് കാർഡ് വെച്ചിട്ട് ട്രെയിനിൽ കയറുന്ന പോലെ തന്നെ ബസ്സിലും ഈ സെയിം കാർഡ് തന്നെ മതി. അപ്പോ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ട്രെയിനിൽ വന്നിറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ ട്രെയിന് ആക്സസിബിൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് നമുക്ക് ബസ്സിൽ പോകാവുന്നതാണ്. അപ്പൊ ഈ സെയിം കാർഡ് തന്നെ യൂസ് ചെയ്താൽ മതി. അതുപോലെ ബസ്സിന്റെ ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ഈ ഒരു സംഭവം മാത്രം, ഇത് മാത്രം വെച്ചിട്ടാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. ബസ് സ്റ്റോപ്പിൽ സ്ട്രീറ്റിനെക്കാട്ടും കൂടുതൽ ഇതിവിടെ നമ്പറാണ് ഈ ബസ് സ്റ്റോപ്പിനുള്ളത്. അപ്പോൾ ഇത് നമ്മളിപ്പോ നമ്മള് ബസ് കയറുന്ന സ്റ്റോപ്പ് ഏതാണ്, തിരിച്ചു വരുമ്പോൾ ഇറങ്ങുന്ന സ്റ്റോപ്പ് ഏതാന്ന് പറഞ്ഞാൽ അതേപോലെ ഡിഫറെന്റ് നമ്പർ ആയിരിക്കും അപ്പുറത്തുള്ളത്. അപ്പോൾ ഇതില് പിന്നെ ഇവിടെ അല്ല ടാഗ് ഓൺ ചെയ്യുന്നത്, ബസ്സിൽ കയറിയിട്ട് ബസ്സിന്റെ ഉള്ളിലാണ് നമ്മൾ ടാഗ് ഓൺ ചെയ്യുന്നത്. ഇത് ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ ഇറങ്ങുന്ന ഡോറിന് അവിടെ നിന്ന് ടാഗ് ഓൺ ചെയ്യാം, ഇറങ്ങിപ്പോവാം.
അപ്പോൾ നമുക്ക് ഇത് റീചാർജ് ചെയ്യണത് ഒരു കാര്യമാണ്. ഇത് ഈ കാർഡ് എങ്ങനെ റീചാർജ് ചെയ്യണം എന്നുള്ളത്. അതിന് നമുക്ക് മൊബൈലിൽ AT മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ കാർഡ് നമുക്ക് ഇത് AT ഹോപ്പ് കാർഡിനെ കുറിച്ച് മുമ്പ് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇത് എവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീചാർജ് ചെയ്യാനായിട്ട് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ കാർഡ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള ബാലൻസ് അറിയാൻ പറ്റും. പിന്നെ ട്രെയിനിന്റെ സമയം, ഏത് ട്രെയിൻ എങ്ങനെ, അതൊക്കെ നമുക്ക് ആ മൊബൈൽ ആപ്പിൽ അറിയാൻ പറ്റും. ഇത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഒന്നിൽ ഇത് മറ്റേ പൂർണ്ണമായി ഉപയോഗിച്ച് കഴിഞ്ഞ് ബാലൻസ് ഇല്ലാണ്ട് ആവുമ്പോൾ നമുക്ക് റീചാർജ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അങ്ങനെ മറന്നു പോകും, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇടയ്ക്ക് തിരക്കിനിടയിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. $10 താഴെ ആവുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഡയറക്റ്റ് ഡെബിറ്റ് സെറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക് പേയ്മെന്റ് സെറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ $20 താഴെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെന്റ് ആവുന്ന, ചാർജ് ആവാനുള്ള സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയും നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിത് എപ്പോഴും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയും ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ബാലൻസ് തീർന്നു കഴിയുമ്പോഴും ചെയ്യാൻ പറ്റും.